ഇന്നത്തെ അമൽച്ചൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടേന്ന് നോക്കിയാലോ. അപ്പോൾ ഇനി ഈ ഒരാഴ്ച തള്ളി നീക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് കടയിൽ പോയി ഒരു പച്ചക്കറി കിറ്റ് വാങ്ങിച്ചിരുന്നേ. അതുകൊണ്ട് അവിയലും സാമ്പാറും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം തള്ളി നീക്കാമെന്ന്. നല്ല ചൂട് പറക്കണ കുത്തരിച്ചോറ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അവിയലാണേ. പച്ചക്കറി കിറ്റിനകത്ത് പല ഐറ്റംസും ഇല്ലായിരുന്നു കേട്ടോ, കാരണം പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ്. കഴിഞ്ഞ തവണ കോവയ്ക്ക ഇല്ലാഞ്ഞുകൊണ്ട് ഇത്തവണ ഞാൻ കോവയ്ക്ക ചോദിച്ചു വാങ്ങിച്ചു. അപ്പോൾ കടയിലെ ചേട്ടൻ പറഞ്ഞു, മോളെ കോവയ്ക്കൊക്കെ ഇപ്പോൾ കിലോ 80 രൂപയാണ് വിലയെന്ന്. എന്തായാലും കോവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ക്യാരറ്റ് ആയിരുന്നു മിസ്സിങ്. അത് അവിയലിൽ നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. അവിയലിൽ ഇടയ്ക്കൊക്കെ ആ ഒരു ഓറഞ്ച് കളർ അത് വല്ലാണ്ട് ഞാൻ ഇന്നങ്ങ് മിസ് ചെയ്തു. അല്ല, ഇപ്പം അമലിച്ചനതൊന്നും നോക്കാനൊന്നും പോകുന്നില്ല. പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തു വിടും കേട്ടോ, നന്നായിട്ട് കഴിക്കട്ടെ. അപ്പം അവിയലിനൊരു എരിവും പുളിയൊക്കെ വരാൻ വേണ്ടി ഞാൻ വറ്റൽമുളകും കൊച്ചുള്ളിയും പുളിയും കൂടെ അരച്ച ചമ്മന്തിയാണ് കേട്ടോ. അപ്പം എരിവിന് എരിവുമായില്ലേ. രസം വെക്കാമെന്ന് കരുതിയാൽ ഞാൻ തൈര് വാങ്ങിക്കാണ്ടിരുന്ന, അല്ലെങ്കിൽ അച്ചയ്ക്ക് എല്ലാ ദിവസവും ഞാൻ തൈര് കൊടുത്തു വിടുന്നതായിരുന്നു. എന്നിട്ടൊട്ട് രസവും വെച്ചിട്ടില്ല ഞാൻ. സാരമില്ല, അവിയലൊക്കെ ഇല്ലേ, അപ്പോൾ കഴിക്കാൻ നല്ല കുശാലായിരിക്കും. പിന്നെ നമ്മളുടെ പൊതിയിലെ പതിവ് തെറ്റാത്ത ഐറ്റം എന്താണെന്നല്ലേ ഇപ്പം കാണാട്ടോ. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടിയേ നമ്മളുടെ മുട്ട പൊരിച്ചതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അമലിച്ചൻ്റെ ലഞ്ച് ബോക്സ് സെറ്റായിട്ടുണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ ഷെയർ ചെയ്യുമ്പോൾ പല കൂട്ടാനും കിട്ടിക്കോളും. അമലിച്ചനൊരു ഒഴിച്ചുകറി അത്യാവശ്യമാണ്, പക്ഷെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ, രസം ഉണ്ടാക്കിയില്ലല്ലോ. അങ്ങനെ അമലിച്ചനെ കുടിക്കാനുള്ള തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.